എന്നിട്ടിപ്പോൾ ചില ആളുകളെ കൊണ്ട്, ചില വ്യക്തികളെ മുന്നിൽ നിർത്തി അവരെ കൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് അതിപ്പോൾ LDF കലാപമായി. ഇപ്പോൾ CPI പറഞ്ഞു, CPI നേതാവിനെ ചതിയൻ ചന്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. CPI നേതാവിനെ, ഘടകകക്ഷിയുടെ ഏറ്റവും വലിയ നേതാവിനെ വരെ ചീത്ത വിളിപ്പിക്കുകയാണ്. വേറെ ആളുകളെ കൊണ്ടുവന്ന് ചീത്ത വിളിപ്പിക്കുകയാണ്. എന്നിട്ടിപ്പോൾ അവർ മുസ്ലിമിനെയും മുസ്ലിം ലീഗിനെയും പറയാണ്. എന്താണ് മുസ്ലിം ലീഗും അവർ തമ്മിലുള്ള പ്രശ്നം? ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയും ലീഗ് ഭരിച്ചിരുന്ന വിദ്യാഭ്യാസ വകുപ്പും നിരവധി സ്ഥാപനങ്ങൾ SNDPക്ക് SN ട്രസ്റ്റിന് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൻ്റെ റെക്കോർഡ് നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിലുണ്ട്. എന്നിട്ട് ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് എന്താണ് ഇന്നലെ ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ച തെറ്റെന്താണ്? വല്ല തെറ്റും ചോദിച്ചോ? അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ല എന്ന് പറയുന്ന 3 ജില്ലകളിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചു. സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ടും വിദ്യാഭ്യാസ സ്ഥാപനം കിട്ടിയില്ലെന്ന് ചോദിച്ചു. കിട്ടിയില്ല എന്ന് പറഞ്ഞു. 10 കൊല്ലമായിട്ട് പിണറായി വിജയനല്ലേ ഭരിക്കുന്നത്, അപ്പോൾ തരാത്തത് അദ്ദേഹമല്ലേ എന്നാണ് ചോദിച്ചത്. ആ ഗവൺമെൻറ് അല്ലേ? ഇനി ആ ഗവൺമെൻറ് വരണം എന്ന് പറയുന്ന ആൾ ഇനി ആ ഗവൺമെൻറ് വന്നാൽ കിട്ടുമോ? അതല്ലേ ചോദിച്ചത്. അത് ഞങ്ങളോടൊക്കെ നിങ്ങൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? അതിനയാൾ വർഗീയവാദിയാണ് എന്ന് അയാൾക്കെതിരെ ആക്ഷേപിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിനെതിരായിട്ട്. ഇതെല്ലാത്തിനും കൊട പിടിച്ചു കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് പറയാൻ പറ്റാത്ത കാര്യം കൂടി ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. തുടരട്ടെ, അത് തുടരുന്നതാണ് നല്ലത്, നിർത്തണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചയും ഇങ്ങനെയുള്ള ആളുകൾ ഒരു പത്രസമ്മേളനം തിരഞ്ഞെടുപ്പ് വരെയെങ്കിലും നടത്തണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അതങ്ങനെ നടത്തിപ്പോകട്ടെ. എവിടെ എത്തി നിൽക്കുന്നു? ടീം UDF ആയി ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ശിഥിലമായ LDF ആണ് മറുവശത്ത്. ശിഥിലമായ തെരഞ്ഞെടുപ്പ് തോൽവിയോട് കൂടി LDF ശിഥിലമാവുകയാണ്. ടീം UDF സ്ട്രോങ് ആയി നിൽക്കുകയാണ്. അതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള രാഷ്ട്രീയ വിശകലനം.